ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ജ്യോതിർഗമയ ടാറ്റ് വേൾഡ്. പുതിയ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നോക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ അഭിലാഷം നടക്കുമോ, അത് എപ്പോൾ നടക്കും. ഇപ്പോൾ ടാരോ റീഡിങ്ങിന് ശേഷം നമുക്ക് ഏഞ്ചൽ മെസ്സേജും കൂടെ നോക്കാം, എപ്പോൾ നടക്കും എന്നറിയാൻ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന കാര്യമായിരിക്കും, പ്രതീക്ഷിച്ച് അതിന് വേണ്ടിയിട്ട് ആ ഒരു ആഗ്രഹത്തിന് നടക്കാൻ വേണ്ടിയിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് തോന്നിയ ആഗ്രഹമായിരിക്കാം. അതെന്ത് തന്നെ ആയാലും, കരിയർ സംബന്ധമായിട്ടായാലും റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടായാലും എങ്ങനെ ആയാലും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം അല്ല നിങ്ങളുടെ അഭിലാഷം നടക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ ഇത് എപ്പോഴാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടായിരിക്കും. ഓക്കെ ഡിയേഴ്സ്, ഏസ് ഓഫ് വാൻഡ്സ് ആണ് ആദ്യം വന്നത്. ഏസ് ഓഫ് വാൻഡ്സ്, Ten of Cups, Queen of Pentacles, Three of Swords, Knight of Swords, Swords, Fool, Five of Swords, Five of Wands, Empress, Queen of Swords. ഓക്കെ, ബോട്ടം കാർഡ് ചാരിയട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഏസ് ഓഫ് വാൻഡ്സും ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഉണ്ട് ഇവിടെ. നിങ്ങളിൽ പലരും ഒരു പുതിയൊരു സംരംഭം, ഒരു പുതിയൊരു പ്രൊജക്റ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങളുടെ അത് ഉടനെ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനും അതിൽ നിന്നുള്ള ഉയർച്ചയുമാണ്. അത് നിങ്ങൾക്ക് ഗ്രോത്ത് കൊണ്ട് തരുന്നതാണ്, വിക്ടറി കൊണ്ട് തരുന്നതാണ്. നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് ആ പദവിയിലേക്ക്, ആ ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ ഉയരാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഫിനാൻഷ്യലി, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്രോഗ്രസീവ്നെസ് ആണ് ഇവിടെ കൂടുതൽ. ഫിനാൻഷ്യലി നല്ല അബണ്ടൻസ് തന്നെ വരും. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ് അത് നിങ്ങളുടെ അഭിലാഷമായിരിക്കാം, കുറേ കാലത്തെ ആഗ്രഹമായിരിക്കാം. നിങ്ങളത് തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും കുറേ കാലമായിട്ട്. അങ്ങനെയൊക്കെ നിൽക്കുന്നവരുടെ എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അത് അതിൻ്റെ എന്താ പറയുക, ടോപ്പിൽ തന്നെ എത്തുമെന്നുള്ളതാണ്. ബോട്ടം കാർഡ് ചാരിയറ്റിൻ്റെ കാർഡാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ പോകുന്ന ആ കറക്റ്റ് ഡയറക്ഷനിലൂടെയാണ് എന്നാണ്. അപ്പോൾ അതിന് ഒരു മൂവ്മെൻറ്റ്, എത്രയും പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം സാധിക്കാൻ പോകുന്നു. അതിനുള്ള എന്താ ഇത്ര കാലം അത് മുന്നോട്ട് പോകാൻ എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നെങ്കിൽ അത് മുന്നോട്ട് എത്രയും പെട്ടെന്ന് അത് നടക്കുമെന്നുള്ളതാണ് അവിടെ കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇവിടെയും ത്രീ ഓഫ് സോർട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ലൈഫ് ത്രൂ ഔട്ട് എന്തെങ്കിലും ഒരു വിഷമങ്ങൾ, പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, കണ്ണീര്, വേർപിരിവ്, അങ്ങനെ
എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളുടെ വേദനകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഹീൽ ചെയ്യാവാനുള്ള സമയമാണെന്നാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളൊക്കെ പുറത്തേക്ക് വരാനുള്ള സമയമായി എന്നാണ്. ഒരുപാട് കഴിവുകൾ ബിസിനസ് സംബന്ധമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കലാപരമായിട്ടായിരിക്കാം, അങ്ങനെ പല രീതിയിലുള്ള കഴിവുകൾ നിങ്ങൾക്ക് ഉള്ളിലുണ്ട്. അതൊക്കെ പുറത്തെടുക്കാനുള്ള സമയമായി, അല്ലെങ്കിൽ അത് മറ്റുള്ളവർ കാണാൻ അറിയാനൊക്കെ ഉള്ള സമയമായി എന്നാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. അത് നിങ്ങൾക്ക് മുന്നോട്ട് നല്ല വഴി, ഉയർച്ചയിലേക്കുള്ള വഴിയായിരിക്കും. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് കാണിക്കുന്ന സൈൻ. ഓക്കെ, നിങ്ങൾക്ക് ഡിവൈൻ ഹെൽപ്പ് തീർച്ചയായിട്ടും കിട്ടുമെന്നാണ്. കാരണം ഇവിടെ എംപ്രസിൻ്റെ എനർജി വന്നിട്ടുണ്ട്, ഫൂള് ഒക്കെ വന്നിട്ടുണ്ട്, ഫൂളിൻ്റെ എനർജിയൊക്കെ വന്നിട്ടുണ്ട്, എംപ്രസിൻ്റെ എനർജി, അതുപോലെ ചാരിറ്റാണല്ലോ ബോട്ടം കാർഡ്. എംപ്രസിൻ്റെ എനർജി അത് നിങ്ങൾ ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ള ആൾക്കാരാണെന്നാണ്. നിങ്ങളുടെ ചിന്തയും പ്രവൃത്തിയും സന്മാർഗത്തിലായിരിക്കാം. മറ്റുള്ളവരെ മനസ്സാ വാചാ കർമ്മണ ദ്രോഹിക്കാത്ത രീതിയിലുള്ള പെരുമാറ്റവും പ്രവൃത്തിയൊക്കെ ആയിരിക്കാം നിങ്ങൾ അപ്പോൾ ഒരുപാട് അതിനുവേണ്ടി ജീവിതം സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ ജീവിച്ചവരുടെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി എല്ലാ രീതിയിലുള്ള അബണ്ടൻസ്, അതായത് ഫെർട്ടിലിറ്റി, പക്ഷെ കുട്ടികളില്ലാതെ വിഷമിച്ചിരിക്കുന്നവരായിരിക്കും നിങ്ങൾ. അതുപോലെ തന്നെ പല രീതിയിലുള്ള അബണ്ടൻസ് നിങ്ങൾക്ക് വരുന്നുണ്ടെന്നാണ്. ഇപ്പോൾ മാര്യേജ് കഴിയാത്തവരാണെങ്കിൽ മാര്യേജിനുള്ള ഇത് വരുന്നുണ്ട്. അത് നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. അത് വിക്ടറിയിലേക്കാണ് എത്തുക. നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്യാൻ നിഷ്പ്രയാസം സാധിക്കുന്നതാണ്. നിങ്ങൾ പലരും നിങ്ങൾ മറ്റൊരാളുടെ രാജകുമാരനോ രാജകുമാരിയോ അതുപോലെ എന്താ പറയുക, അതുപോലൊരു സ്ഥാനം സ്നേഹത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ സ്നേഹം ലഭിക്കുന്നവരാണെന്നാണ്. ചിലപ്പോൾ അച്ഛനെ ആവാം, അമ്മയുടെ ആവാം, അല്ലെങ്കിൽ സഹോദരങ്ങളുടെ ആവാം, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ആവാം, അല്ലെങ്കിൽ അവരുടെ ആവാം. അങ്ങനെ ഏത് രീതിയിലായാലും ആ ഒരു പദവി, ആ ഒരു സ്നേഹം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നാണ്. ഫെയിം, സക്സസ് ഒക്കെ വരാൻ പോകുന്നു എന്നാണ്. കീർത്തി, മറ്റുള്ളവരുടെ നല്ല അംഗീകാരം, പ്രശംസ, അഭിനന്ദനങ്ങളൊക്കെ കിട്ടാനുള്ള കാരണമാണ്. കോൺഫിഡൻസ് കൊണ്ട് പവർഫുള്ളായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെ ഒറ്റയ്ക്ക് നിന്ന് ഫേസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിലുടനീളം ഒരുപാട് വെല്ലുവിളികളെ ഫേസ് ചെയ്തവരാണെന്നാണ്. നിങ്ങൾ വർക്ക് ചെയ്ത പ്ലേസ് സ്കൂളാവാം, അല്ലെങ്കിൽ ഒരുപാട് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് വർക്ക് ചെയ്യുന്ന പ്ലേസ് ആവാം നിങ്ങളുടെ ജോലി സ്ഥലം. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ മനസ്സാ അറിയാത്ത പല കാര്യങ്ങൾക്കും നിങ്ങൾ സമാധാനം പറയേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടാവാം. അങ്ങനെയുള്ളവരുടെ എനർജി ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ കഴിവുകളിലുള്ള അസൂയയോ ജലസിയോ എന്താ പറയണ്ട, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്നാണ്. അതെല്ലാം നിങ്ങളുടെ ഉയർച്ചയ്ക്കിടയിൽ എല്ലാ നെഗറ്റീവ്സിനും നിങ്ങൾ പോസിറ്റീവായി എടുക്കുക. എല്ലാ നെഗറ്റീവ്സിലും ഒരു പോസിറ്റീവ് ഉണ്ടാവും. ഇപ്പം നമുക്ക് ആ സമയത്ത് കോമൺ ആയിട്ട് നമ്മൾ ചിന്തിക്കുക, മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവരും അറിയേണ്ട കാര്യം, അതായത് ഏതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അതിലൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവും എന്നാണ്. അത് ഒരു കാര്യം സംഭവിച്ചത് കൊണ്ട് നമുക്കൊരു പക്ഷേ വിഷമം ഉണ്ടായാൽ പോലും അതിൽ നിന്നൊരു പാഠം പഠിക്കാനുണ്ടാവും, ഒരു ലെസൺ. നമുക്ക് എന്ത് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചാലും അത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ലെസൺസ് നമ്മൾ ലേൺ ചെയ്യുക. അപ്പോൾ അങ്ങനെ ആ ഓരോ നെഗറ്റീവ്സ് ഓരോ ലെസൺസ് ഉണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിച്ച് അതിൽ ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പതറാതെ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. പലതരത്തിലുള്ള ആർഗ്യുമെൻറ്റ്സൊക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകും. പല സ്ഥലത്തുനിന്നും ഒരേ സമയത്ത് വന്നിട്ടുണ്ടാകും. ചിലപ്പം ഫാമിലിയിലും ജോലി സ്ഥലത്തും അല്ലെങ്കിൽ സമൂഹത്തിലോ അല്ലെങ്കിൽ നൈബേഴ്സ്, അങ്ങനെ നിങ്ങൾ ഇടപെട്ടിട്ടുള്ള പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഒരേ സമയം ഈ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അങ്ങനെ തകർന്നു പോയ നിങ്ങൾക്ക് ഡിവൈൻ സപ്പോർട്ടുണ്ട്. നിങ്ങൾ മുന്നോട്ട് തന്നെ പോകും. നിങ്ങൾക്ക് എല്ലാവിധ സക്സസും ലൈഫിൽ വരാൻ പോകുന്നു എന്നാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ
അത് പ്രാവർത്തികമാക്കാനൊക്കെ കഴിവുള്ളവരാണ്. നിങ്ങളുടെ വിസ്ഡവും കോമൺ സെൻസും പവറും ഉപയോഗിച്ച് നിങ്ങളുടെ ഗോൾ അറ്റൈൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ്. സ്വന്തം കഴിവ് ഉപയോഗിച്ച് വളർന്നു വന്നവരാണ് നിങ്ങൾ. എല്ലാ രീതിയിലും മാക്സിമം എഫേർട്ട് എടുത്ത് നിങ്ങൾ അത്രയും കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് എന്നാണ്. മറ്റുള്ളവരോട് ദയ, കാരുണ്യം, സഹകരണം, മറ്റുള്ളവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യാം, അതുപോലെ തന്നെ എല്ലാവരോടും സ്നേഹം, അങ്ങനെയൊക്കെ ഉള്ള സ്വഭാവത്തിന് ഉടമകളാണ് നിങ്ങൾ. മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. അതുപോലെ കെയറിങ് ആണ് നിങ്ങൾ. അതുപോലെ നല്ല ബിസിനസ് സെൻസ് ഉള്ളവരാണ്. കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയും കാണുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെ എംപ്രസിൻ്റെ എനർജിയിൽ കാണിക്കുന്ന തലയിലുള്ള കിരീടം ഗ്രേറ്റ് സക്സസ്സിനെയാണ് കാണിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ വൈറ്റ് ആൻഡ് റെഡ് ഡ്രസ്സ് നിങ്ങളുടെ ചിന്തയും പ്രവൃത്തിയൊക്കെ കറക്റ്റ് പാത്തിലാണ് എന്നാണ്. അതാണ് ചാരിയറ്റിൻ്റെ എനർജിയും പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിവൈൻ സപ്പോർട്ടും നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സിന് നന്ദി പറയുക എന്നാണ്. ഇവിടെ നിങ്ങൾക്കെല്ലാം പോസിറ്റീവായിട്ടുള്ള എനർജി മാത്രമാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഒരുപാട് ലഭിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ യൂണിവേഴ്സിനോട് താങ്ക്സ് പറയുക എന്നുള്ളതാണ് നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ് എന്ന് പറയുന്നത്. 10 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതായത് ഫാമിലി ലൈഫ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ലവ് ലൈഫ് ആയിക്കോട്ടെ, ഏതായാലും ഇമോഷണൽ ഫുൾഫിൽമെൻ്റ് ആണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ഡ്രീംസ് അതെന്തും ആയിക്കോട്ടെ അതെല്ലാം ഫുൾഫിൽ ചെയ്യാൻ പോകുന്നു. 10 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത് ഇനി അങ്ങോട്ട് ഇനിയുള്ള ജീവിതം നിങ്ങളെന്നും സന്തോഷമായി ഇരിക്കുന്നതാണ്. ഫാമിലിയോടൊപ്പം എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുമെന്നാണ്. ദാമ്പത്യ ജീവിതം അതിമനോഹരമായിരിക്കും. റിലേഷൻഷിപ്പ് ആയാലും അതിമനോഹരമായിരിക്കും. അങ്ങനെ ഒരു ലൈഫാണ് നിങ്ങൾക്കുള്ളത്. ഇതാണ് ഇവിടെ ഫൂളിൻ്റെ എനർജി പറയുന്നത്. ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണ് നിങ്ങൾ പലരും. നിങ്ങളൊരു ചെറിയ എഫേർട്ട് എടുത്താൽ അതിൻ്റെ ഇരട്ടി റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ പവർഫുള്ളായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ. അതുപോലെ തന്നെ നിങ്ങളിൽ പലരുടെയും ഒരു സ്വഭാവ ഗുണമാണോ ദോഷമാണോ എന്ന് പറയാൻ പറ്റില്ല. ചില സമയത്ത് അത് ദോഷമായിട്ട് സംഭവിക്കാം. അതായത് ഒരു കാര്യം പാടില്ല, അതുകൊണ്ട് നല്ലതല്ല, അത് അപകടമാണ്, അല്ലെങ്കിൽ അത് ചെയ്യരുത് എന്ന് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ഒരു നിഷ്കളങ്കമായൊരു ചിന്താരീതി കൊണ്ട് അതിൽ മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കാൻ നിൽക്കാതെ തന്നെ നിങ്ങളത് സ്വന്തം എഫേർട്ട് അതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ അവഗണിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം തന്നെ ചെയ്യും. ഒരു എടുത്തുചാട്ടം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവം നിങ്ങളുണ്ട്. ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള സ്വഭാവം, ഇന്നസെൻസ് ആണ് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ചിലരെങ്കിലും അങ്ങനെ ഒരു സ്വഭാവം ഉള്ളവരുണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത്. ഒരു ഈഗോ ഉള്ളവരാണെന്നാണ്. മറ്റുള്ളവർ ഉപദേശിക്കുമ്പോൾ അതെനിക്ക് ആവശ്യമില്ല, എനിക്കറിയാം എന്താ ചിന്തിക്കേണ്ടത്, അല്ല എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം എന്നങ്ങനെയുള്ള ഒരു ഈഗോ ഉള്ളതുകൊണ്ട് അവരുടെ വാക്കുകളെ അനുസരിക്കാതെ പോയി കുഴിയിൽ ചെന്ന് ചാടാൻ സാധ്യതയുള്ളവരാണ് നിങ്ങളിൽ പലരുമെന്ന് മനസ്സിലാകുന്നത്. അതുപോലെ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറുള്ളവരാണ്. അങ്ങനെയൊക്കെയുള്ള സ്വഭാവത്തിനുടമകളാണ് നിങ്ങളിൽ പലരും. പക്ഷെ ഓവറോൾ എനർജി എന്ന് പറഞ്ഞാൽ ആ സ്വഭാവം അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ ലൈഫിൽ നിങ്ങൾക്ക് ഗ്രേറ്റ് സക്സസ് തന്നെയാണ് വരാൻ പോകുന്നത്. ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് കാര്യമായിട്ടുള്ള അപകടത്തിലൊന്നും ചെന്ന് ചാടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷമൊന്നും സംഭവിക്കാൻ വഴിയില്ല. അതിൽ നിന്നൊക്കെ ഓരോ പാഠങ്ങൾ പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പോൾ ഓവർ കോൺഫിഡൻസ് കൊണ്ട് എടുത്തു ചാട്ടങ്ങളോ അല്ലെങ്കിൽ മുൻകൂട്ടി ചിന്തയില്ലാതെ ഉള്ള ആ ഒരു ഇത് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഏഞ്ചൽ മെസ്സേജും കൂടെ നോക്കാം. നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ അഭിലാഷം എപ്പോൾ നടക്കുമെന്ന്. ഓക്കെ, ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കുള്ള ഏഞ്ചൽ ഗൈഡൻസ്. ഓക്കെ, അപ്പം കാണുന്ന വ്യൂവേഴ്സ് നന്നായിട്ട് പ്രാർത്ഥിക്കുക.
ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ വിചാരിക്കുക. അത് എപ്പോൾ നടക്കും എന്നാണ് നോക്കുന്നത്. ഓക്കെ ഡിയേഴ്സ്, വിതിൻ ദ നെക്സ്റ്റ് മന്താണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ആഗ്രഹം എപ്പോൾ നടക്കുമെന്നാണ് നമ്മൾ ഏഞ്ചൽസിനോട് ചോദിച്ചത്. കിട്ടിയിരിക്കുന്ന മെസ്സേജ് വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അടുത്ത മാസങ്ങൾക്കുള്ളിൽ തന്നെ നടക്കുമെന്നാണ്. അപ്പം നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ്. അധികം താമസിക്കാതെ നിങ്ങൾക്കത് സാധിക്കാൻ പറ്റും. അപ്പോൾ അതിന് നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് ഏഞ്ചൽസ് ഉണ്ട്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ യൂണിവേഴ്സിന്, ഏഞ്ചൽസിന്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾ അതേത് തന്നെ ആയാലും നന്നായി പ്രാർത്ഥിക്കുക. യൂണിവേഴ്സിനോട് ഹെൽപ്പ് യാചിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ത് തന്നെയായാലും സാധിക്കട്ടെ. ഓക്കെ ഡിയേഴ്സ്, ബി ഹാപ്പി. താങ്ക് യു.